നമ്മൾ അവസാന വിഷയത്തിലേക്ക് പോയാൽ അത് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്രത്തിൽ ഇന്ന് ഡൽഹിയിൽ നടത്തിയ സമരം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. MLA-മാരും MP-മാരും മറ്റ് ഇടതുമുന്നണി നേതാക്കളൊക്കെ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ ഡൽഹി, പഞ്ചാബ് മുഖ്യമന്ത്രിമാരും മറ്റ് ദേശീയ നേതാക്കളുമൊക്കെ സമരത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ വലിയ ദേശീയ ശ്രദ്ധ ഈ സമരത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്തായാലും അവിടെ പങ്കെടുത്ത വേദിയിൽ സംസാരിച്ച എല്ലാവരും കേന്ദ്രത്തിന്റെ അവഗണനയെ തുറന്നുകാട്ടി രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് സംസാരിച്ചത്. അജിംസ്, പൂർണ്ണ വിജയമായി സംസ്ഥാന സർക്കാരിന്റെ സമരം എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ വിജയമായെന്ന് ചോദിച്ചാൽ ഇപ്പം ഇന്നലെ കർണാടകയുടെ സമരം ഉണ്ടായിരുന്നു. കർണാടകയുടെ സമരം കർണാടകയുടെ പതാകയേന്തി അവർ തന്നെ നടത്തിയ സമരമാണ്. പക്ഷെ ഇതങ്ങനെയായിരുന്നില്ല. ഇവിടെ കുറേ കൂടി പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു. പ്രത്യേകിച്ചും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ, അരവിന്ദ് കെജ്രിവാൾ, ഫാറൂഖ് അബ്ദുള്ള, മറ്റേ പളനിവേൽ ത്യാഗരാജ്, അങ്ങനെ പ്രതിപക്ഷ രംഗത്തെ പ്രമുഖരായ പല നേതാക്കളെയും വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കെജ്രിവാളിൻ്റെയും ഭഗവന്ത് സിംഗ് മാൻ്റെയും ഫാറൂഖ് അബ്ദുള്ളയുടെയും പ്രസംഗങ്ങളാണ്. അതെന്ന് വെച്ചാൽ ഫാറൂഖ് അബ്ദുള്ള പറയാണ്, ഞാൻ പറയുന്ന ഈ ഭാഷ ഒരുപക്ഷെ പിണറായി വിജയന് മനസ്സിലാവില്ല, പിണറായി വിജയൻ പ്രസംഗിച്ച ഭാഷ എനിക്ക് മനസ്സിലാവില്ല, പക്ഷെ നമുക്കിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നൊരു ഭാഷയുണ്ട്, ഒരുമിച്ച് നിന്നില്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഭയങ്കര ടച്ചിങ് ആയിട്ടിരിക്കുന്നു ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. കെജ്രിവാളും പറഞ്ഞു. കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി ഹേമന്ത് സോറൻ്റെ അറസ്റ്റ്, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ, ഞാനും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ നാളെ ജയിലിൽ പോകും എന്ന് ഭയന്ന് നിൽക്കുകയാണ്, ആശങ്കയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ യഥാർത്ഥത്തിൽ ഫെഡറലിസം നേരിടുന്ന പ്രതിസന്ധി, രാജ്യത്ത് ജനാധിപത്യം നേരിടുന്ന പ്രതിസന്ധി എല്ലാം വളരെ കൃത്യമായിട്ട് കെജ്രിവാളും ഭഗവന്ത് സിംഗ് മാനും ഫാറൂഖ് അബ്ദുള്ള അവിടെ പറയുന്നുണ്ട്. അവിടെ എനിക്ക് വളരെ മിസ്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്, ഒരൊറ്റ കോൺഗ്രസ് നേതാക്കൾ അവിടെ ഇല്ലായിരുന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് നേതാക്കൾ, മല്ലികാർജ്ജുൻ ഖർഗെ നിർബന്ധമായും പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണെന്ന് എനിക്കത് കണ്ടപ്പോൾ തോന്നിപ്പോയി. അവരാരും പങ്കെടുത്തില്ല. കപിൽ സിബൽ വരെ പങ്കെടുത്തിരുന്നു, SP നേതാവ്. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ പങ്കെടുക്കാമെന്ന് ചോദിച്ചാൽ, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുടെ മുന പോകും എന്ന് കോൺഗ്രസ്സുകാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അതിൽ VD സതീശൻ കൂടി പങ്കെടുത്തിരുന്നെങ്കിൽ, VD സതീശനും K സുധാകരനൊക്കെ പങ്കെടുത്തിരുന്നെങ്കിൽ ആ പരിപാടിയുടെ മാറ്റൊന്ന് വേറെ മാറി. ഞാൻ പറയുന്ന അഭിപ്രായ ഭിന്നതകളുണ്ടാവും. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത ഒരു ഘടകമാണ് എന്ന് ഇന്നും പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്, ഒരു ഘടകമാണ്. ഓക്കെ, അതങ്ങ് അംഗീകരിക്കുക. കേന്ദ്ര നയത്തിനെതിരെ പ്രതിഷേധിക്കാമല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രശ്നമാണ്, ശരി. പക്ഷേ ഈ സംസ്ഥാനങ്ങളോട് കേന്ദ്രം പുലർത്തുന്ന സമീപനത്തിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ എന്താണ് ഇവർ തടയുന്നതിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തെ? അപ്പോൾ അതൊരു വില കുറഞ്ഞ ഒരു കക്ഷി രാഷ്ട്രീയപരമായ ഒരു ലാർജർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ രാജ്യം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിക്കെതിരെ നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു സമരമാണ് കർണാടകയും കേരളവും ഇന്ന് നടത്തിയ സമരങ്ങൾ. നാളെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ രണ്ട് സമരത്തെ പാഠപുസ്തകങ്ങളിൽ പഠിക്കാൻ പോകുന്ന രണ്ട് സമരങ്ങളാണ്. അവിടെ നിന്ന് കോൺഗ്രസ് മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അവർ സ്വയം ചെറുതായി പോയതാണ് എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് സമരം ചെയ്തുകൊണ്ട് ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവും, അന്ന് നരേന്ദ്രമോദി ഇനി മനസ്സ് മാറ്റിക്കളയാം, സംസ്ഥാനങ്ങൾക്ക് ഇനി കുറേ കൂടി അലോക്കേറ്റ് ചെയ്ത് കളയാം എന്ന് വിചാരിക്കുക എന്നുള്ളതല്ല പ്രശ്നം. ഒരു കെട്ട കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതായത് ജനാധിപത്യം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനാധിപത്യവും ഫെഡറലിസവും ഭീഷണി നേരിടുന്ന ഒരു മോശം കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ കാലത്ത് ഈ 10 വർഷം നിങ്ങൾ എന്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എത്ര സമരം ചെയ്തു, നിങ്ങൾ എത്ര പ്രതിഷേധിച്ചു എന്നുള്ളത് വരാൻ പോകുന്ന തലമുറ നമ്മളെപ്പറ്റി ഓർക്കുമ്പോൾ നമ്മളെപ്പറ്റി അവർ മോശം വിചാരിക്കരുത് എന്ന് എങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കണം. പ്രത്യേകിച്ചും കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കണം. അവർ ചിന്തിക്കണം അതേപ്പറ്റി. അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് ഒളിച്ചോടിയവരാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ഇന്ന് കോൺഗ്രസ്സുകാർ വിമർശിക്കുന്നുണ്ടല്ലോ. അതായത് ഒരു അന്തർദേശീയ പശ്ചാത്തലം നോക്കിയിട്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെ പിന്തുണയ്ക്കേണ്ടതില്ല, അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകൾ തീരുമാനിച്ചപ്പോൾ അതിനെ വിമർശിക്കുന്നുണ്ട്. ആ വിമർശനം സാധുവുമാണ്. എങ്കിൽ ഈ സമരത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് വരാൻ പോകുന്ന തലമുറ കോൺഗ്രസ് നേതൃത്വത്തെ വിചാരണ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ പഴിക്കുന്ന അന്നത്തെ കോൺഗ്രസ്സുകാരായ, അന്നത്തെ KSUക്കാരും അന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും അതിന് മറുപടി പറയാൻ വിമിഷ്ടപ്പെടുന്ന ഒരു കാലം ഇവർ ഭാവനയിലെങ്കിലും കാണണം. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അവർ ആ സമരത്തിൽ പങ്കെടുക്കുമായിരുന്നു. യെസ്, അതാണോ നിഷാദിന് പറയാനുള്ളത്? കോൺഗ്രസ് പങ്കെടുക്കേണ്ടതായിരുന്നു ഈ സമരത്തിന്, എന്തുകൊണ്ടായിരിക്കാം അവർ അതിൽ നിന്ന് പിന്നോട്ടടിച്ചത്? കോൺഗ്രസ് പങ്കെടുക്കാത്തത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഈ സംസ്ഥാനത്തിൻ്റെ മൊത്തം സാമ്പത്തിക പ്രതിസന്ധിക്കും ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനുമുള്ള മുഴുവൻ കാരണം പിണറായി വിജയൻ ഭരിച്ചു മുടിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതല്ല കാരണം, ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടാത്തതുകൊണ്ടാണെന്ന് പിണറായി വിജയൻ പറയുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിൻ്റെ കൂടെ പോയിരുന്നാൽ ഇവിടുത്തെ അവരുടെ ഫോക്കസ് നഷ്ടപ്പെടും എന്നുള്ള ഭയം കൊണ്ടാണ് അവർ പോകാത്തത്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്.
CPM-ന്റെ ഒരു സംവിധാനം വെച്ചിട്ട് CPM-ന്റെ കൂടെ ഒരു സമരത്തിൽ പോയിരുന്നാൽ CPM അതിന് ചാമ്പ്യനാവും, ഇവർ അപ്രസക്തമാവും ഇവർക്ക് നന്നായി അറിയാം. ഇതിന് മുമ്പ് രമേശ് ചെന്നിത്തല ഇതുപോലെ പിണറായി വിജയൻ ക്ഷണിച്ചൊരു സമരത്തിൽ പങ്കാളിയായത് നമുക്ക് നഷ്ടമുണ്ടാക്കിയെന്ന് പൊതുവെ ആഭ്യന്തരമായി വിലയിരുത്തുന്നവരാണവർ. അപ്പോൾ ആ അബദ്ധം ആവർത്തിക്കേണ്ടതില്ലെന്നാണ് VD സതീശൻ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇതിന് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അതിനേക്കാൾ വലിയൊരു പെർസ്പെക്റ്റീവ് ഇട്ടുള്ള ഒരു സമരമാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് രാജ്യത്തിൻ്റെ ബഹുസ്വര ആശയങ്ങളെ, ഫെഡറലിസം എന്ന ആശയത്തെ സമ്പൂർണ്ണമായും തകർക്കുകയും കേന്ദ്രം ഒരു ഒറ്റ ഭരണ പ്രദേശവാക്യത്തിനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേവലമായ പ്രസ്താവനകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫെഡറലിസത്തിൻ്റെ കവിഞ്ഞ മര്യാദകൾ കൊണ്ടോ നമ്മൾ സമീപിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് തെരുവിൽ സമരം ചെയ്യേണ്ട തരത്തിൽ ആക്റ്റീവായിട്ടുള്ള വളരെ വിസിബിളായിട്ടുള്ള സമരത്തിലേക്ക് പോവുക, ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നത് പരമപ്രധാനമായിരിക്കും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിൽക്കെ അത്തരമൊന്നിലേക്ക് സംസ്ഥാനങ്ങൾ കടന്നിരിക്കുന്നു, സർക്കാരുകൾ കടന്നിരിക്കുന്നു. തെക്കേ ഇന്ത്യയോട് കാണിക്കുന്ന സവിശേഷമായ വിവേചനത്തിനെതിരെ അവർ തെരുവിലേക്ക് വരുന്നു. അതൊരു ചരിത്ര സന്ദർഭമാണ്. ഈ സമരം വിജയമാണെന്ന് ചോദിച്ചാൽ എല്ലാ സമരവും വിജയിക്കില്ല, എല്ലാ സമരവും വിജയിക്കാനുള്ളതല്ല. പക്ഷേ ഇത്രയും അധികം ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ഈ സമരം അർത്ഥസമ്പൂർണ്ണമായിരിക്കുന്നു. കാരണം എന്താണ്, ഇത് പിണറായി വിജയൻ്റെ പാർട്ടിയും സർക്കാരും നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കല്ല, മറിച്ച് ഇത് രാജ്യത്ത് പല സംസ്ഥാനങ്ങൾക്കും ഫീൽ ചെയ്യുന്ന ഒരു ജെനുവിൻ കോസാണ് എന്ന് നമ്മൾ ഇന്നത്തെ സമരവേദി കണ്ടപ്പോൾ മനസ്സിലായി. സൗത്തിൻ്റെ മുഴുവൻ വികാരത്തിലുണ്ട്. ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഉത്തർപ്രദേശിന് ആകെ ബജറ്റിൽ കിട്ടിയ വിഹിതം, ആ വിഹിതത്തിൻ്റെ അത്രയും കൂടി സൗത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം തപ്പി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. അത്ര വലിയ വിവേചനം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സാങ്കേതികമായ മറുപടികളെ പിന്തുണയ്ക്കുകയാണ് VD സതീശനും സംഘവും. അതായത് ധനകാര്യ കമ്മീഷൻ്റെ ക്രൈറ്റീരിയ പ്രകാരം നമുക്ക് ഇത്ര പൈസയെ കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു ക്രൈറ്റീരിയ, ഏത് ക്രൈറ്റീരിയ ആയാലും നോക്കൂ, ഒരു രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം അതിജീവിക്കാൻ പ്രയാസപ്പെട്ട് ശ്വാസം മുട്ടുമ്പോൾ ക്രൈറ്റീരിയ എങ്ങനെയാണ് എന്ന് പറഞ്ഞാണോ മോദി നിൽക്കേണ്ടത്, ഒരു കേന്ദ്ര സർക്കാർ നിൽക്കേണ്ടത്? ക്രൈറ്റീരിയ അങ്ങനെ ആയതുകൊണ്ടാണ് കിട്ടാത്തത് വിജയ എന്നാണോ VD സതീശൻ പറയേണ്ടത്? ആ ക്രൈറ്റീരിയ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ക്രൈറ്റീരിയ മാറ്റാനുള്ള സമരത്തിനാണ് നമ്മൾ തിരി കൊടുത്തത്. ശരിയാണോ? അല്ലാതെ ധനകാര്യ കമ്മീഷൻ്റെ ക്രൈറ്റീരിയ പ്രകാരം ഉത്തർപ്രദേശിനെ കിട്ടൂ, നമുക്ക് കിട്ടില്ല, അങ്ങനെയാണോ? ഈ GST നികുതി കുടിശ്ശിക എന്ന് പറയുന്ന സംഗതി 5 വർഷത്തേക്ക് നിയതമാണ്, അതിന് പിന്നെ അപ്പുറത്തേക്ക് കിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കിട്ടണം, അതല്ലേ? അതായത് നമ്മൾ ആ GSTയുടെ 5 വർഷക്കാലം നമ്മൾ ഒരു പ്രളയത്തെ അനുഭവിച്ചു, 2 കോവിഡ് കാലത്തെ അനുഭവിച്ചു, നമുക്കതിൻ്റെ നഷ്ടപരിഹാരം മാനേജ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, വി നീഡ് സം എക്സ്റ്റൻഷൻ എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന ന്യായമാണ്. അപ്പോൾ നമ്മുടെ ന്യായമായ അവകാശങ്ങളെ സാങ്കേതികത്വത്തിൽ കുരുക്കുക എന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ന്യായമാണ്. ശരിയാണ്, അതൊക്കെ നിയമവും അതായിരിക്കാം. ആ നിയമങ്ങൾ ഒരു ജനതയ്ക്ക്, ഒരു രാഷ്ട്രത്തിലെ ഒരു വിഭാഗം ജനതയ്ക്ക് ജീവിക്കാൻ കഴിയാത്തതാണെങ്കിൽ അവ മാറ്റുകയാണ് വേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള ഫോഴ്സായിട്ടൊരു സമരം വരണം. ആ സമരത്തെ പിന്തുണയ്ക്കുക എന്നത് രാഷ്ട്രീയ ബാധ്യതയാണ്. ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കളത്തിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സമരത്തിൽ നിന്ന് വിട്ടുനിന്നത് ശരിയാണോ തെറ്റാണോ എന്ന് കാലം അവരോട് ചോദിക്കുമായിരിക്കും. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമരമുഖമാണ്. ഇപ്പോൾ സൗത്ത് എന്ന പേരിൽ വിഭജിക്കാനുള്ള ശ്രമിക്കുകയാണെന്നൊക്കെയാണ് മോദി പ്രസംഗിക്കുന്നത്. വിഭജിക്കാൻ ആരാണ് ശ്രമിക്കുന്നത്? ഐക്യത്തെക്കുറിച്ചും ബഹുസ്വരതയെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഈ രാജ്യത്തെ ഓർമ്മിപ്പിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന പാർട്ടികളും സർക്കാരുകളും എവിടെയാണ്? അത് സൗത്തിലാണ്. സൗത്തിലുള്ള മനുഷ്യന്മാരും സൗത്തിലുള്ള സർക്കാരുകളും സൗത്തിലുള്ള കക്ഷികളുമാണ് ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നമ്മളിങ്ങനെ വിഘടിപ്പിക്കരുതെന്ന് പറയുന്നത്, ഭരണഘടനയെ ഓർമ്മിപ്പിക്കുന്നത് അവരാണ്. മോദി പറയാണ് സൗത്താണ് വിഘടിപ്പിക്കുന്നത്. ആരാണ് ക്ഷേത്രങ്ങളുടെ പേരിൽ, ആരാണ് വിശ്വാസങ്ങളുടെ പേരിൽ, ആരാണ് ലവ് ജിഹാദിൻ്റെ പേരിൽ മനുഷ്യരെ എവിടെയാണ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ന്യായമായ ഒരു സംഗതിയുണ്ട്. അതുകൊണ്ടാണ് പളനിവേൽ ത്യാഗരാജൻ വന്നെന്ന് പ്രസംഗിക്കുന്നത്, ആം ആദ്മി പാർട്ടിയുടെ ചീഫ് വന്നെന്ന് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഫറൂഖ് അബ്ദുള്ള വരുന്നത്. അപ്പോൾ ആ സമരം ഇത്രയും ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് അർത്ഥസമ്പൂർണ്ണമായിരുന്നു. ഇത് കുറച്ച് ലേറ്റായി പോയി എന്നുള്ള അഭിപ്രായം ഉള്ള ആളാണ് ഞാൻ. ഇത് കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു. ഇപ്പോൾ ലേറ്റായി പോയതിനാണ് VD സതീശനും സംഘത്തിനും ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നത്. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ക്രൈറ്റീരിയ വന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുമായിരുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ ആയില്ല. എനിവേ എന്തായാലും തെരുവിലേക്ക് ഇറങ്ങുക എന്നത്, തെരുവിലേക്ക് ഇറങ്ങിയിട്ടായാൽ കൂടിയും നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക, നമ്മുടെ രാജ്യത്തെ നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്നു. ആ നിലയ്ക്ക് രേഖപ്പെടുത്തുന്ന സമരമായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ആ സമരത്തെ പിന്തുണയ്ക്കേണ്ട ബാധ്യത ഈ രാജ്യത്തെക്കുറിച്ച് ആശങ്കയുള്ള എല്ലാവർക്കും ഉണ്ട്. യെസ്, എന്തിനു വേണ്ടിയായിരുന്നു സമരം? അത് കേന്ദ്രത്തിനെതിരെയായിരുന്നു, കേന്ദ്ര അവഗണനയ്ക്കെതിരെയായിരുന്നു. അത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. അപ്പോൾ കോൺഗ്രസും ഈ സമരത്തിൽ ഒത്തുചേരേണ്ടതായിരുന്നു, പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് ഏറിയ പങ്കും ഉയർന്നു വരുന്നത്. ആ ഒരു വിലയിരുത്തൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.